അപ്പോൾ ഒരിക്കൽ നമുക്കൊരു കോൾ വന്നു, സ്റ്റേഷനിലേക്ക് കോൾ വന്നത് ഒരാൾ ട്രെയിൻ തട്ടി കിടക്കുന്നു എന്നാണ് നമുക്ക് അപകട സന്ദേശം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് കോളുമായിട്ട് ആംബുലൻസ് ക്രൂ ആയിട്ട് സ്പോട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരാൾ പാളത്തിൻ്റെ വെളിയിലായിട്ട് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. അപ്പം നമ്മൾ അയാൾ മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. ചെന്നെടുക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൈ പൂർണ്ണമായിട്ടും ഈ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ടിട്ട് ചതഞ്ഞു പോയ അവസ്ഥയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു മാംസതുണ്ട മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭാഗത്ത് നല്ലൊരു മുറിവുമുണ്ട്, പക്ഷേ ആൾക്ക് നല്ല ഞരക്കമുണ്ട്, നല്ല അയാൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെടുത്ത് ആംബുലൻസ് കയറ്റി നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. താലൂക്ക് ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അതേ ആംബുലൻസിൽ തന്നെ ക്രൂവുമായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇയാൾ ആ സമയത്ത് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ സ്ട്രക്ചറിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആംബുലൻസിൽ അയാളോടൊപ്പം കൂടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ പെട്ടെന്നൊരു നിലവിലോടുകൂടി ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എഴുന്നേൽക്കുന്ന സമയത്ത് ഈ കൈയുടെ ഭാഗത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ എഴുന്നേറ്റ സമയത്ത് ഈ വയറിൻ്റെ ഈ ഭാഗത്തെ ഈ കുടലും ഭാഗങ്ങളെല്ലാം കൂടെ പുറത്തേക്ക് വീഴുന്ന അവസ്ഥയാണ്. അപ്പം നമുക്ക് വേറെ ഗ്ലൗ ഇട്ടിട്ടുണ്ട്, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു തുണി, അതായത് ഒരു തോർത്തതി കിടപ്പുണ്ടായിരുന്നു. ആ തോർത്ത് വെച്ചിട്ട് അയാൾ ഈ കൈയുടെ ഭാഗം ഇങ്ങനെ മുഴുവനായിട്ട് കെട്ടിവെച്ചു. എന്നിട്ട് മെഡിക്കൽ കോളേജ് എത്തുന്നത് വരെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഞങ്ങൾ വിചാരിച്ച് മരണപ്പെടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് സേഫായിട്ട് അയാളെ അവിടെ എത്തിക്കാനും സാധിച്ചു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് കൈ മൊത്തത്തിൽ പോയി, പക്ഷേ ആൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ജോലി ഒരു പാഷനായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ജോലിയിൽ കയറിയിട്ട് 2ാമത്തെ ടെസ്റ്റ് എഴുതി വന്ന ആളാണ്. പക്ഷേ ഈ ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ഇതുവരെയായിട്ട് വേറൊരു ടെസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം അതെനിക്കൊരു വളരെ മാനസികമായിട്ട് വളരെ സന്തോഷം തോന്നുന്നു. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നുവരെയും ജോലി ചെയ്യുന്നത് ജോലി എന്നുള്ള രീതിയിലല്ല, നമുക്ക് ഈ പറഞ്ഞ സമാജത്തോട് ചെയ്യാൻ പറ്റും. ഒരാളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിയെ കൊണ്ടും പറ്റാത്ത സാധ്യം. പക്ഷേ നമ്മുടെ സേന ഏത് സമയവും ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ജോലിയല്ല, ഇതൊരു ജീവിതമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് ഒരാളെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പാഷൻ.